ഉത്തരകാശിയിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. രക്ഷപ്പെടുത്തിയവരെ ഗംഗോത്രിയിലെ സുരക്ഷിത സ്ഥാനത്തിലേക്ക് മാറ്റി. കൂടുതൽ SDRF, NDRF സംഘങ്ങളും രക്ഷാപ്രവർത്തനത്തിനായി സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. 5 പേരുടെ മൃതദേഹം കണ്ടെത്തിയതായും 100ഓളം പേരെ കാണാനില്ല എന്നുമാണ് SDRFന്റെ ഔദ്യോഗിക സ്ഥിരീകരണം. പ്രളയത്തിൽ ഹർഷിലെ ആർമി ക്യാമ്പിലുണ്ടായ 10 സൈനികരെ കാണാതായെന്നും റിപ്പോർട്ടുണ്ട്. ദേശീയപാത 34 പലയിടങ്ങളിലും മണ്ണിടിച്ചിലുണ്ടായി. ഋഷികേശിലേക്ക് ഉള്ള റോഡും അടച്ചു. ഉത്തരകാശിയിൽ നിന്ന് അർജുൻ പീതാംബരൻ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നു. അർജുൻ, മാതൃഭൂമി ന്യൂസ് സംഘം ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. ഒപ്പം അർജുൻ വിശദ വിവരങ്ങൾ തന്നെ പങ്കുവയ്ക്കും എന്ന് നമുക്കറിയാം. എന്താണ് ആ ദുരന്ത ഭൂമിയിലേക്ക് ചെല്ലുമ്പോൾ കാണാനാവുന്നത്? ഇന്നും രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിലേക്കാണ് കടക്കുന്നത്. ഇതുവരെ 120 പേരെ രക്ഷപ്പെടുത്തി ഗംഗോത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഉത്തരകാശിയിലേക്ക് പോകുന്ന, ഉത്തരകാശിയുടെ തൊട്ടടുത്തുള്ള പ്രദേശത്താണ്. എനിക്ക് പുറകിലായി കാണുന്നത് ഈ ഭാഗീരഥി നദിയാണ്. നദിയുടെ ഇപ്പോഴത്തെ സ്വഭാവം കണ്ടാൽ തന്നെ അറിയാം എങ്ങനെയുള്ളൊരു കാലാവസ്ഥയാണ് ഈ പ്രദേശത്താകെ, ഉത്തരകാശി ജില്ലയിലാകെ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത് എന്നുള്ള കാര്യം. ഞാനിപ്പോൾ ഉത്തരകാശി ജില്ലയിൽ എത്തിയിട്ടുണ്ട്. ഉത്തരകാശി ടൗണിലേക്ക് പോകുന്ന വഴിയാണ്. ഉത്തരകാശി ടൗണിന് ശേഷമാണ് ധാരയിലെയും അതുപോലെ തന്നെ ഹാർഷിലും എല്ലാം തന്നെ വരുന്നത്. ഞാൻ പോകുന്ന വഴിക്ക് പലയിടങ്ങളിലും ഇത്തരത്തിൽ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പോകാനുള്ള വഴി അത് വലിയ രീതിയിലുള്ള പ്രയാസവും ബുദ്ധിമുട്ടൊക്കെയാണ്. മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥ. ഇപ്പോൾ ആ കല്ല് മാറ്റി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉത്തരകാശിയിലേക്ക് പ്രവേശിക്കുന്ന ഒരു വഴി, അത് ഡെറാഡൂണിൽ നിന്നും മുസൂരി വഴിയുള്ള വഴിയാണ്. ആ റോഡിലൂടെയുള്ള ഗതാഗതം മാത്രമാണ് ഇപ്പോൾ സാധ്യമായിട്ടുള്ളത്. മറ്റുള്ള റോഡുകളിലെല്ലാം ഇത്തരത്തിൽ കനത്ത മഴയും അതുപോലെ മണ്ണിടിച്ചിലും ഉണ്ടായിട്ടുണ്ട്. അത്യാവശ്യം വേണ്ട ഈ സൈനിക ഉപകരണങ്ങളും അതുപോലെ തന്നെ രക്ഷാപ്രവർത്തകരും നേരത്തെ തന്നെ തമ്പടിച്ചത് കൊണ്ടാണ് ആളുകളെ പെട്ടെന്ന് തന്നെ ഈ ധാരാളി ഗ്രാമത്തിൽ നിന്നും ആളുകളെ പെട്ടെന്ന് തന്നെ രക്ഷപ്പെടുത്തി ഗംഗോത്രി അടക്കമുള്ള മേഖലകളിലേക്ക്, സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുള്ളത്. അങ്ങനെ 120 പേരെ ഇപ്പോൾ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ 60 പേരോളം ഇപ്പോഴും എവിടെയാണെന്ന് അറിയാതെ അവരെ കാണാതായി എന്നുള്ള വിവരം തന്നെയാണ് ഇപ്പോഴും ജില്ലാ ഭരണകൂടത്തിൽ നിന്നും ലഭിച്ചിരിക്കുന്നത്. മരണപ്പെട്ടവരുടെ എണ്ണം 5 എന്നുള്ള കാര്യം കൂടി പറഞ്ഞിരിക്കുന്നത്. ഈ 60 പേരെ സംബന്ധിച്ചുള്ള വിവരം ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത്, നടക്കാൻ പോകുന്നതും. 85 സംഘ SDRF അല്പസമയത്തിനകം തന്നെ ധരാലി ഗ്രാമത്തിലെത്തും. അവർ ഈ തിരച്ചിലിൻ്റെ എല്ലാം തന്നെ, രക്ഷാപ്രവർത്തനത്തിൻ്റെ എല്ലാം തന്നെ വേഗത കൂട്ടുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം ചണ്ഡീഗഡിൽ നിന്ന് 4 വ്യോമസേന ഹെലികോപ്റ്ററുകൾ, അത് ചിനൂക്കും അപ്പാച്ചിയും അഡ്വാൻസ് ലൈറ്റ് ഹെലികോപ്റ്ററുകളുമുണ്ട്. അവയും ഈ രക്ഷാപ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങും. അതിന് എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായി നിൽക്കുകയാണ്. കാലാവസ്ഥ മാത്രമാണ് പ്രതികൂലമായി നിൽക്കുന്നത്. കാലാവസ്ഥ വെല്ലുവിളി ഇപ്പോൾ ഉയർത്തുന്നത് കൊണ്ട് തന്നെയാണ്. മഴ മാറി നിൽക്കുകയാണെങ്കിൽ ചണ്ഡീഗഡിൽ നിന്നും ഇത് പറന്നുയർന്ന് ഈ ഉത്തരാഖണ്ഡിലേക്ക് എത്തി ധരാലിയിൽ വന്ന് രക്ഷാപ്രവർത്തനം നടത്താൻ സാധിക്കുമെന്നുള്ള കാര്യം തന്നെയാണ് വ്യക്തമാകുന്നത്. ഒപ്പം കൂടുതൽ സൈനികരും ജവാന്മാരും എന്തായാലും രക്ഷാപ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങും. പ്രത്യേകിച്ചും ഈ ക്യാമ്പിൽ നിന്ന് ഈ 11 പേരെ കാണാതായിരുന്നു. അതിൽ 2 പേരെ ലഭിച്ചിട്ടുണ്ട്, അതായത് കണ്ടുകിട്ടിയിട്ടുണ്ട്. മറ്റ് 9 പേരെ കൂടി, 9 സൈനികരെ കൂടിയാണ് ഇനി കണ്ടെത്താനുള്ളത്. എന്തായാലും ഉത്തരാഖണ്ഡിൽ ആകെ വളരെ മോശം കാലാവസ്ഥ നിലനിൽക്കുന്നതാണ്. എല്ലാ വിശദ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന അർജുൻ, അങ്ങോട്ടേക്കുള്ള യാത്രയിലാണ്. ഇനിയും ദുർഘടം പിടിച്ച ഒരുപാട് പാതകൾ പിന്നിട്ട് വേണം അർജുന അങ്ങോട്ടേക്ക് എത്താൻ. വഴിയിൽ തടസ്സങ്ങൾ ഉള്ളത് നേരത്തെ തന്നെ അർജുൻ സൂചിപ്പിച്ചിരുന്നു. വലിയ ബുദ്ധിമുട്ടേറിയ ഒരു പ്രദേശമാണ്, ഭൂപ്രകൃതി അങ്ങനെയാണ് എന്ന് നമുക്ക് വളരെ കൃത്യമായി ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്.